ബോബിയച്ചൻ പുലർവെട്ടം എന്ന പുസ്തകത്തിലൂടെ പങ്കുവെക്കുന്ന വലിയൊരു ചിന്തയുണ്ട്. അദ്ദേഹം അതിലെഴുതി വയ്ക്കുന്നുണ്ട്, ഇരുട്ടൊരു നുണയാണ്. ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് ഇരുട്ടുണ്ട് എന്ന വിചാരമാണ്. ഇരുട്ട് അതിൽ തന്നെ ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് വെളിച്ചത്തിന്റെ അഭാവമാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രതിസന്ധികളെയുള്ളൂ ആരുടെയും ജീവിതത്തിൽ. എന്നിട്ടും നമ്മൾ ചെറുപ്പം തൊട്ടേ ആ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അയാളിൽ അല്ലെങ്കിൽ അവിടെ എന്തൊരു ഇരുട്ടാണ് എന്ന്. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട് എങ്കിൽ പ്രതീക്ഷയാകുന്ന വെളിച്ചത്തിന്റെ അഭാവമാണ് നമ്മിലുള്ള ഇരുട്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചം നിറഞ്ഞു നിൽക്കട്ടെ, പ്രതീക്ഷ നിറഞ്ഞു നിൽക്കട്ടെ. ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഏത് കളിയാണെങ്കിലും തോൽക്കാതിരിക്കാൻ കളിക്കുന്നതും ജയിക്കാൻ വേണ്ടി കളിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. പോരാട്ടത്തിന്റെ വീര്യം കുറവായിരിക്കും തോൽക്കാതിരിക്കാൻ കളിക്കുമ്പോൾ. ജയിക്കാൻ വേണ്ടി കളിക്കുമ്പോൾ ആ പോരാട്ട വീര്യം അതിന്റെ പൂർണ്ണതയിൽ കടന്നു വരും. നമുക്ക് ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടി കളിക്കാം. നാം കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ എല്ലാം അതിന്റെ പൂർണ്ണതയിൽ സഫലമാകുന്ന നല്ല നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിൽ പോരാടാം. അങ്ങനെ പോരാടുമ്പോൾ ഉറപ്പാണ് സ്വപ്നങ്ങൾ നമ്മെ തേടിയെത്തും. പ്രതിരോധിച്ച് മുന്നേറുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധത്തിന്റെ അവസാനം ഒരു പോരാട്ടമുണ്ടാകണം. ആ പോരാട്ടമാണ് വിജയത്തിലേക്ക് നയിക്കുക. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. വരാനിരിക്കുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം. സോനം വാങ്ചുക് ഉയർത്തുന്ന ആ സമരത്തിന്റെ അഗ്നി ഇന്ത്യ മുഴുവൻ ആളിപ്പടരുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണത്. ശബ്ദമുയർത്തേണ്ടിടത്ത് ശബ്ദമുയർത്തുവാനും കരമുയർത്തേണ്ടിടത്ത് കരമുയർത്തുവാനും കൂടിച്ചേരേണ്ടിടത്ത് കൂടിച്ചേരുവാനും നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നല്ല നാളുകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആഹ്വാനം ഉയർത്തിക്കൊണ്ട് സോനം വാങ്ചുക് സമരാവേശത്തിലാണ്. ആ ആവേശം നമ്മിലേക്കും പകർന്നു ലഭിക്കട്ടെ. അതെ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ, നീതിക്ക് വേണ്ടി നീ തീയാകണം എന്ന ആ ഒരു ആപ്തവാക്യത്തെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പ്രതികരിക്കാം, നമുക്കും മുന്നിട്ടിറങ്ങാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കൂടിച്ചേരലുകൾ എല്ലാം നീതിക്ക് വേണ്ടിയാകട്ടെ. കടന്നുപോയ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എല്ലാവരുടെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജ്വാല അങ്ങ് അതിന്റെ പൂർണ്ണതയിൽ ജ്വലിക്കട്ടെ. ശബ്ദമുയർത്താൻ നമുക്ക് ഒന്നിച്ചു ചേരാം, ഒന്നിച്ചു നിന്ന്, ഒന്നിച്ച് പ്രവർത്തിച്ച് ഒരുമയോടെ മുന്നേറാം. നീതി പുലരട്ടെ. നേരുന്നു ശുഭദിനം.